ഗൈസ്, അപ്പോൾ ഞാൻ ബാക്ക് ടു സ്കൂള്, അതായത് സ്കൂള് തുറക്കാൻ പോകുന്നതുകൊണ്ട് കുറച്ച് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ചുമയില്ല കേട്ടോ. അത് ഞാനിപ്പോൾ എരിവില്ലേ ഒരു കറി കൂട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേരം ആ ഒരു എരിവ് കൊണ്ട് ഇങ്ങനെ കിച്ചാവുന്നതാണ്. അപ്പോൾ ഞാൻ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പരിചയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ വീഡിയോ, ഇത് ബാക്ക് ടു സ്കൂളിൽ പെടുന്നതാണോ എന്ന്. അതല്ല ഗൈസ്, അത് ബാക്ക് ടു സ്കൂളിൽ പെടുന്നതല്ല. കാണിച്ചു തരാം ഇതെന്താണെന്ന്. അതായത് നമ്മുടെ സെല്ലോ ടാപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വട്ടം ഉണ്ടാവില്ലേ, അതായത് ആ ഒരു ബാക്കി എന്തായാലും പറയാം, ആ റോള് സെല്ലോ ടാപ്പ് കഴിഞ്ഞ് ആ ഒരു റോൾ ഉണ്ടാവില്ലേ, അത് വെച്ച് ഞാൻ ചെയ്തൊരു എന്താ പറയുക, ഒരു ബോക്സ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ആകെ നമുക്കിതിന് 2 വട്ടത്തിലുള്ള കാർഡ്ബോർഡ് പീസും 1 നീളത്തിലുള്ള കാർഡ്ബോർഡ് പീസും മാത്രം മതി കേട്ടോ. ഇത് പിന്നെ പേപ്പറാണ് പിടി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇന്നാക്കിയ കറയാണ് ഇത്. അപ്പോൾ ഞാൻ എങ്ങനെ ആക്കിയെന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഈ റോളില്ലേ, അതിന് നമ്മൾ ഇത് പൊതിഞ്ഞെടുക്കാം. എന്താ പറയുക, A4 ഷീറ്റ് പൊതിയുക. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ വട്ടം വരച്ചിട്ട് കാർഡ്ബോർഡ് മുറിച്ചെടുത്തിട്ട് അതിനും A4 ഷീറ്റ് പൊതിയുക, ഉള്ളിലും 2 ഭാഗത്തും. അങ്ങനെ 2ഉം ചെയ്തെടുക്കുക. പിന്നെ ഇങ്ങനെ നീളത്തിലൊരു കാർഡ്ബോർഡ് പീസ് എടുത്ത് ഇങ്ങനെ വട്ടത്തിൽ ഒട്ടിച്ചു കൊടുക്കുക. വട്ടം തന്നെ ആയിട്ടില്ല, ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ശേഷം ഇതിന് പേപ്പറൊന്നും ഒട്ടിക്കണ്ട, ഇതേപോലെ കളർ അടിച്ചെടുക്കാം. അപ്പോൾ പിന്നെ ഇതൊരു പിടിയും ഒട്ടിച്ചെടുത്ത് നമ്മുടെ സംഭവം റെഡിയായി. ഇവിടെ മാത്രം ഞാൻ മറ്റേ ക്ലിയർ ജെല്ലില്ലേ, ഈ നെയിൽ പോളിഷിന് അടിക്കുന്ന ആ സംഭവം അടിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഒരു ഗ്ലോസി എഫക്റ്റ്. പിന്നീടൊക്കെ ബോർഡറായിട്ട് ഇത് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇത് 2ഉം ചെയ്തിരിക്കുന്നത്. ഉണ്ടോ, ഇതൊരു വാട്ടർമെലൺ തീം പോലെയാണ് ഉള്ളിലാക്കിയിട്ടുള്ളത് കേട്ടോ, പുറത്തിങ്ങനെ. അപ്പോൾ ഇതിനെക്കാട്ടും കുറച്ച് ചെറിയൊരു റോളാണ് ഇത്, അതിനേക്കാളും ഏറ്റവും ചെറിയ റോള്. അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിന് പിന്നെ മൂടി ആക്കി കഴിഞ്ഞാൽ ഒന്നും ഇട്ട് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിന് മൂടിയാക്കാണ്ട് നമുക്കിപ്പോൾ ഇതിൽ ഇവിടെ ഉള്ളത് 2 ബബിൾക്കം മാത്രമാണ്. അതൊക്കെ നമുക്ക് ഇങ്ങനത്തെ ക്ലിപ്പ്, ഹെയറിലുള്ള ക്ലിപ്പ്, ഇതുപോലെ തലക്കിടുന്നതൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയൊരു സംഭവമാണ്. എന്താണ് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് കേട്ടോ, നമ്മളിതൊക്കെ ചെയ്തതാണേ. ഞാനത് കാണിച്ചു. ആദ്യം തന്നെ നമ്മളിതൊരു സ്റ്റാൻഡിൽ കേട്ടിട്ടെ. ഓക്കെ, മഴ ചാറുന്നുണ്ട് ഗായ്സ്, മഴ ചാറുന്നുണ്ട്. നമുക്കിത് എത്രത്തോളം ക്ലിയർ ആവും എനിക്ക് അറിഞ്ഞൂടാ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരിക്കുന്നത് കണ്ടോ, മറ്റേ നമ്മൾ തുണിയാക്കി ഇട്ട് വെക്കുന്ന ബക്കറ്റില്ലേ, ഇതിൻ്റെ മുകളിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂമെന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. പുറത്ത് മൊത്തം അലങ്കോലമായി കിടക്കുകയാണ്. ഇതൊക്കെ ചെയ്ത് പുറത്ത് മൊത്തം അലങ്കോലാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഓരോന്നിങ്ങനെ എടുത്തെടുത്ത് കാണിച്ചു തരാവേ. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നമുക്ക് ക്ലിയർ ആവുമോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമുക്കൊരു സ്മോൾ മിനി ഫയലായിട്ട് യൂസ് ചെയ്യാം. എനിവേ നമ്മുടെ എന്താ പറയുക, പെൻസിൽ പൗച്ചായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് മൊത്തം സ്റ്റിക്കറാണ്. ബാക്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതെന്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോട്ട്ബുക്കിൻ്റെ പേജ് വെച്ചാണ് ചെയ്തത്. ഞാൻ അമ്മയുടെ വീട്ടിലായിരുന്നതുകൊണ്ട് A4 ഷീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു നോട്ട്ബുക്കത്തെ പേജ് വെച്ചിട്ടാണ് ഇതിൽ പലതും ചെയ്തെടുത്തിട്ടുള്ളത്. പലതും നല്ല എല്ലാ സംഭവങ്ങളും ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ടിഷ്യൂ ടേപ്പാണ് ഒട്ടിച്ചിട്ടുള്ളത്. നമ്മൾ ഇങ്ങനെ തുറക്കുക. അപ്പോൾ ഇത് കീറിയിട്ടൊന്നും പോകില്ല കേട്ടോ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിന് മൊത്തം സെല്ലോ ടേപ്പ് ഒട്ടിച്ചെടുക്കാം. ഞാൻ അങ്ങനെ ഒട്ടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അത് തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് ഇതെടുക്കാം. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് കുറച്ച് നെയിം സ്ലിപ്പാണ്. ഇതെൻ്റെ ഒരു സന്തോഷത്തിന് ഒന്ന് ടാങ്കി ഒന്ന് എടുത്ത് വെച്ചു എന്നേ ഉള്ളത്. ഞാൻ ഓപ്പൺ ആക്കാൻ പറ്റുന്ന സംഭവമായിട്ട്.
അപ്പോൾ ഇതിന് കുറേ നെയിം സ്ലിപ്പ് ഉണ്ട് ഞാൻ ആക്കിയത്. പക്ഷെ ഞാൻ ഇതൊന്നുമല്ല ഗൈസ് ഒട്ടിക്കാൻ പോണത്. പിന്നെ ഇത് നമ്മുടെ വാട്ടർ ബോട്ടിലിനൊക്കെ ഒട്ടിക്കുന്ന സംഭവമില്ല, അതാണ്. അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട, അത് ബാക്കി വന്ന പേപ്പർ വെച്ച് ചെയ്തതാണ്. ഇത് നമ്മുടെ ഐവർ ഷീറ്റ്. പിന്നെ ഒരു സ്റ്റിക്കറുണ്ട് ഗൈസ് ചെയ്തെടുത്തത്. എന്താ, അപ്പോൾ നമ്മുടെ ഐവർ ഷീറ്റ് വെച്ചിട്ട് ഒരു 4 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഐവർ ഷീറ്റ് വെച്ച് ചെയ്തതാണ്. ഇതൊക്കെ കുറച്ച് ദൂരം പിടിച്ച് കാണിച്ചു തരാം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് കാണത്തുള്ളൂ. ഇത് എത്രത്തോളം വർക്കിംഗ് ആവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പേരെഴുതിയതിന് ശേഷം സെലോടെ പൊടിച്ചാൽ മതി കേട്ടോ. തല തിരിഞ്ഞു പോയി. സാധാ നോട്ട് പേജാണ്. ഐവർ ഷീറ്റിൻ്റെ തീർന്നു. ഇതിനി വരുന്നതൊക്കെ സാധാ നോട്ട്ബുക്കിൻ്റെ പേജസ് വെച്ചിട്ടാണ്. ഇത് നമ്മുടെ പല പല ഷേപ്പിലുള്ള കത്രിക ഉണ്ടാവത്തില്ലേ, അത് വെച്ച് ചെയ്തതാണ്. പിന്നെ ഇത് പിന്നെ സാധാരണ ഒരു നോട്ട്ബുക്കിൻ്റെ പേജ് 4ആയിട്ട് മടക്കിയതിന് ശേഷം ചെയ്തതാണ്. നമുക്കധികം കാണത്തില്ല, ഞാൻ ഈവനിങ് ആണ് വ്ളോഗ് എടുക്കുന്നത്. ഇതൊക്കെ സ്റ്റിക്കറാണ്, ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ പറ്റിയിരിക്കുന്നതാണ്. പിന്നെ ഇത് വരയിട്ട പേജ് വെച്ച് ചെയ്തതാണ്. പിന്നെ നിങ്ങളിപ്പോൾ കണ്ട 2 സ്റ്റിക്കേഴ്സുമാണ് കേട്ടോ ഈ ഒരു കവറിലുള്ളത്. ഇത്രയും നെയിം സ്ലിപ്പ് ഉണ്ട്. നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കയറ്റുക എന്നതാണ് ഏറ്റവും